Hello guys. Indie Thai Rap Club. Welcome to Pattaya. നമ്മളിപ്പോൾ പോകുന്നത് പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലോട്ടാണ്. നമ്മുടെ സ്റ്റേ ചെയ്തിരുന്ന സ്ഥലത്തു നിന്ന് ഏതാണ്ട് 4 കിലോമീറ്റേഴ്സാണ് അവിടേക്ക് ഉള്ളത്. നമ്മൾ ഗ്രാബ് ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. നാട്ടിൽ നമ്മൾ ഊബർ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഗ്രാബ് യൂസ് ചെയ്തിട്ട് ക്യാബ് എടുത്തിട്ടാണ് നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് എത്തിയത്. Floating market. നമ്മളിവിടെ കോലമടഞ്ഞല്ലേ ഇടുന്നത്, എന്താ ചുമ്മാ. അയ്യോ ഞങ്ങൾ പറയാൻ പറഞ്ഞേ, ഞങ്ങൾ ടിക്കറ്റിനകത്ത് എന്തൊക്കെയോ 4 ഐറ്റം ഉണ്ട്. ടിക്കറ്റിന്റെ ഇപ്പോൾ കൊടുത്തു, പിന്നെ പോർട്ട് കൂപ്പൺ ഉണ്ട്. ഡിഫറെന്റ് പാക്കേജസ് അവൈലബിൾ ആണ്. ചുമ്മാ എൻട്രൻസിന് 200ഉം വെറുതെ ഫോട്ടോ എടുത്ത് തരും, അതിന് കൂപ്പൺ ഉണ്ട്. പിന്നെന്താ വെൽക്കം ഡ്രിങ്കും ഉണ്ട്. അതെവിടെ അറിയില്ല, കൂപ്പൺ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പാക്കേജ് ബോട്ട് യാത്ര 800 Thai baht. എൻട്രൻസ് ഫീ പ്ലസ് ബോട്ട് യാത്ര പ്ലസ് എന്തോ സോവനീർ നമുക്ക് കിട്ടും. പിന്നെ പ്ലസ് സ്നാക്സ് എന്ന് പറയുന്നത് ഐസ്ക്രീം ആണെന്ന് തോന്നുന്നു. ഇവിടുത്തെ എല്ലാ ഷോപ്പുകളും പെർ പേഴ്സൺ ആയിരുന്നു. മസാജ് ഇല്ല, എന്താ ഫിഷ് സ്പാ. വറുത്ത് പൊരിച്ച് കരിച്ചെടുത്ത് അത് ചവിട്ടുന്ന ബോട്ടായിരിക്കും കണ്ടിട്ട്. ബോട്ടല്ലല്ലോ അത്, ഇവിടെ വെള്ളം തിരുമ്പ് അടിക്കുന്ന മോട്ടറാന്ന് തോന്നുന്നു. അവസാനം കിട്ടി ഗൈസ്. ഇവിടെ എല്ലാ വേസ്റ്റും ഉണ്ട്. അവിടെയാണ് നമുക്ക് വെൽക്കം ഫീഡർ കിട്ടുന്നത്. വെൽക്കം ഡ്രിങ്ക് ഫ്രീ അല്ല, കോംപ്ലിമെന്ററി പ്ലസ് എക്സ്ട്രാ കാശ്. ഐ തിങ്ക് ഇവിടെയാണ് നമുക്ക് കോംപ്ലിമെന്ററി ഡ്രിങ്ക് കിട്ടുന്ന കട. ഇതാന്ന് തോന്നുന്നു. ആ ചങ്ങായിക്ക് പറഞ്ഞ മഞ്ഞ ബിന്നെന്ന് പറഞ്ഞ ആ മഞ്ഞ ബിൻ പുളി ഇവിടെയാന്നല്ലോ പറഞ്ഞേ. അപ്പൊ ഇങ്ങനെ ഇതായിരിക്കും. യെസ് ഗൈസ്, അതിവിടെ തന്നെയാണ്. ഫോട്ടോ കൂപ്പൺ എന്താ, ഫോട്ടോ കിട്ടോ? ആ ഇവിടെ പോയ ഫോട്ടോ എടുത്ത് തരും. ഫോട്ടോ കൂപ്പൺ അവര് മേടിച്ചു വെച്ചില്ലേ? കൊടുത്തോളൂ. ആ ബോട്ടിൽ കയറുമ്പോ അവിടെ അയാൾ എടുത്തിരിക്കുന്നത് ലൈവായിട്ട് കൊടുത്തു. ഇവരെന്ത് ചെയ്യാൻ പോണ ഇവിടെ. നമ്മളങ്ങനെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ ബോട്ടിൽ കയറി. അവിടെ നല്ലൊരു ഫോട്ടോ എടുക്കുന്നു കേട്ടോ. ഞങ്ങളുടെ ഓൾറെഡി എടുത്തു. ഞങ്ങൾ ഇങ്ങനെ ഇനി ബോട്ടിൽ തിരിക്കാൻ മൊത്തം പട്ടായക്കാരി ആകൂലേ. മറ്റോട് പറ പട്ടായ. വെൽക്കന്റെ പട്ടായല്ലേ. ഇതിടിഞ്ഞു പൊളിഞ്ഞു വീടാറായ ഒരു പാലം. മാക്സിമം 3 people. നമുക്ക് പോയാലേ അത് ഓൾറെഡി ഇടിഞ്ഞു. അതുകൊണ്ടാണ് അടവടച്ചാണ് ഉണ്ടെന്ന്.
ഞാൻ എന്താ പറയാ, എന്ത് ഈ വെള്ളം കലങ്ങി കിടക്കണേ? മഴ പെയ്തിട്ട്. ആ ഞങ്ങളെ എത്തിയപ്പോഴും ചീഞ്ഞ മഴയാട്ടോ. ഇന്നൊക്കെ മഴയ്ക്ക് ശമനമുണ്ട്. ഇന്നലെ എയർപോർട്ട് മൊത്തം വെള്ളപ്പൊക്കായിരുന്നു. മണമൊന്നുമില്ലല്ലോ, നമ്മുടെ പോലെ കലക്കളി കല ചീഞ്ഞ മണം വരാറില്ല. ഇവിടെ മണമില്ല എന്തായാലും. എന്താ അഡ്വഞ്ചർ സ്പോട്ടാന്ന് തോന്നുന്നു. പക്ഷെ ഇത് കുട്ടിയോണ്ട് ഇപ്പൊ ആ ഒരു ഹായ് തന്നെ. അവര് നമ്മളൊന്ന് വലിയ യൂട്യൂബറാന്ന് തോന്നുന്നു. ഹായ് എന്നാലും ഞാനൊന്നല്ല ഫോട്ടോ എടുക്കാൻ നേരത്ത് പോസ് ചെയ്യുമ്പോൾ അയാൾ ഫോട്ടോ അത് കിട്ടിയില്ല, ചെയ്യാനില്ല. ഫോട്ടോ കോളായാലോ, ഫോട്ടോ രസമില്ലെങ്കിൽ തരാൻ പറയാൻ പറ്റും. പിന്നെ ഈ പറ്റില്ല, ഈ ചേട്ടനോട് പറഞ്ഞാലോ ഒന്നും എടുത്തിരുന്നു. ഓൾറെഡി നല്ലോണം എടുത്തിട്ടുണ്ട്. ഇല്ല എനിക്ക് അത് കിട്ടും പറയാം. എക്സ്പെക്ട് ചെയ്യും. പിന്നെ ഇത് കോളിൻഡ്രേറ്ററിന് അട്രാക്ഷൻ എന്താ ശേഷം നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആണ്. ഓറഞ്ചിൽ കുറച്ച് ഉപ്പും മുളക് കിട്ടും വരെ ഫീൽ അല്ലേ? ബാക്കി അഭിപ്രായം പറയും. പറഞ്ഞു പറയൂ സാർ, പറയൂ. എങ്ങനെയുണ്ടാ ജ്യൂസ്? പറയൂ. ഓറഞ്ച് പോലെ തന്നെയുണ്ട്. ഓറഞ്ച് പോലെ തന്നെയുണ്ട്. അങ്ങനത്തെ ബോട്ടല്ലേ കിട്ടാൻ വഴിയില്ല. മയില എന്താ ഡ്രാഗൺ, സോറി മയിലൊക്കെ നമ്മുടെ ഡ്രാഗൺ ബോൾസിലെ ബീവറേജ് മെനു. ആഹാ, അതെവിടെ ഉണ്ടല്ലോ. കഴിഞ്ഞ നമ്മളെ കേട്ടിട്ട് കൊണ്ടിറക്കിടും. പുള്ളി വളയ്ക്കാൻ വന്നതാ. ഇതൊക്കെ അടച്ചിട്ടേക്കോട്ടെ. എന്താ അറിയാൻ എനിക്ക് തോന്നുന്നു ഇത് ഓഫ് സീസൺ ആണ്ടാന്ന് തോന്നുന്നു. ഇതെല്ലാം അടച്ചിട്ടേക്കാണ്. ചിത്രമൊക്കെ അതൊക്കെ ഓപ്പൺ ചെയ്യായിരിക്കും. അതന്നെ അങ്ങനെ നോക്കാൻ ബർത്ത്ഡേ ആണ്. നമ്മളെ ബർത്ത്ഡേ ആയിട്ട് വന്നേക്കുന്ന ആദ്യത്തെ സ്ഥലമാണ് പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. എന്റെ ഭാര്യയ്ക്ക് ഒരേ നിർബന്ധം, എന്റെ ബർത്ത്ഡേ വിദേശത്ത് ആഘോഷിക്കണം. അല്ലടാ അല്ലേ ഭാര്യ? അന്നേരം നമ്മളൊന്നും നോക്കിയില്ല. നമ്മള് പറഞ്ഞ തന്നെ ടിക്കറ്റ് എടുത്തു. അത് മഴക്കാലത്ത് തന്നെ. ജൂലൈ സാറേ ആരും പോകാറില്ല. ഇതേ മറ്റേ സാധനം അല്ലേ ഇത്? ഇവിടത്തെ ഏറ്റവും സ്മെല്ലുള്ളൊരു ഫ്രൂട്ട് അല്ലേ ഇത്? ചക്കേ, എന്തോ ഒരു ചക്ക. മാംഗോ സ്റ്റിക്കി റൈസ്. നമ്മൾ ഇന്ന് മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കുന്നതായിരിക്കും. ഓവർ ഹൈപ്പ് മാംഗോ സ്റ്റിക്കി റൈസ് ഞങ്ങളിപ്പോ കഴിച്ചടിച്ച ഇവിടെ ഉണ്ട്. ഇവിടെ കഴിച്ചിട്ട് പോവാം. എന്തായാലും രണ്ടും കഴിച്ചു നോക്കാം. നല്ലതെന്ന് പറയാം. ഇത് പറഞ്ഞാൽ പോരെ? ഞങ്ങൾ പറയുമ്പോൾ പറയാം. അവിടെ നിന്ന് ഇവിടെ കഴിക്കണോ? സൂപ്പർ ഫാസ്റ്റ് ഫോട്ടോ പ്രിന്റിങ് ഉടനെ കിട്ടി ഗൈസ്. ബ്യൂട്ടിഫുൾ. ഇതാണ് അശ്വതിക്ക് ഇഷ്ടപ്പെടാത്ത ഫോട്ടോ. ഇഷ്ടപ്പെട്ടോ ഇപ്പൊ? അത് തുറന്നു നോക്കാം. ഓ പുറത്തന്നെ കവറായിരുന്നല്ലേ? ആ വട്ടം അല്ല കേട്ടോ, അതിന്റെ അകത്ത ഫോട്ടോ. സോറി, ഇത് കവറായിരുന്നു. അല്ല അതെ അതെ. എനിക്ക് ഇത്രയും തടി ഉണ്ടായിരുന്നോ? കൊള്ളാട്ടോ. അടുത്തെടുക്കട്ടെ. പക്ഷെ ക്വാളിറ്റി ഇല്ല ഫോട്ടോയ്ക്ക്. ആ ഫോട്ടോന്റെ പ്രിന്റ് ചോദിച്ചാൽ നമുക്ക് മെയിൽ ചെയ്യാൻ പറഞ്ഞാലോ? ചോദിച്ചാലോ? ഇവിടെ വൈഫൈ ഉണ്ടോ? കാണാൻ. അടുത്തത് ഈ ഫോട്ടോ ആണ് അശ്വതിക്ക് ഇഷ്ടപ്പെടാത്ത ഫോട്ടോ. കൊടവയറ് കാണുന്ന ഗൈസ് അതുള്ളതാ. ഞാൻ പുള്ളിയോടെ ഇതൊക്കെയാണ് ഇവിടുത്തെ റൂട്ട് മാപ്പ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതെ, അവള് മെയിൽ അയക്കാൻ ചോദിക്കുമ്പോഴേക്കും കിട്ടും.
പെട്ട് കൊടുക്കണം. വേണ്ട, കോപ്പി വേണമെന്നില്ല. അപ്പൊ ചോദിച്ചു നോക്കാം. ഇവിടെ നേരം നേരിട്ടില്ല ഗൈസ്. 20 പെട്ട് എങ്ങനെ കൊടുക്കാം? 20 പെട്ട് പോവാന്നേ. 20 പെട്ട് നീ കോപ്പി ഇട്ട് കാണിക്കാനേ വേണ്ട. വേണ്ട, നിങ്ങൾ ഫുൾ സസ്പെൻസ് സ്കാൻ എടുത്തപ്പോ കിട്ടിയില്ല ഗൈസ്, കിട്ടിയില്ല. 100 ബാത്ത് പറഞ്ഞാൽ 50 ബാത്തേക്ക് എത്തിച്ചു. അത് പുള്ളിക്ക് മനസ്സിലാത്തോണ്ടാ. ഇനി സെക്കൻഡ് പുള്ളി ഓ അമ്പുള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ 50 പറ്റില്ല കേട്ടോ. ചുമ്മാ അവരൊക്കെ കൂട്ടി പറഞ്ഞതാ. വൃത്തിയാട്ടെ എന്നാ ഫോട്ടോ എടുത്ത് ഒന്ന് ഫീമെയിലേക്ക് അയക്കുന്നവരെന്താ? അതിന് 50 വർഷമാണോ? അത്രേ ഉള്ളൂ. ആഹാ, തായ്ലാൻഡ്. മാംഗോ സ്റ്റിക്കി റൈസ്. പൈസ എവിടെ? താഴെ 50 തായ് ബാത്ത്. റൈസറൊക്കെ കഴിച്ചിട്ട് എങ്ങനെയാണെന്ന് പറ. നല്ലതാണോ? ഇഷ്ടായി. എന്നെനിക്കെന്താ? ആ റൈസിന്റെ ഉപ്പും പിന്നെ മാംഗോ മതി, പിന്നെ ഒഴിച്ച പാലാണ് എന്താ ഗസയില്ല അതിന്റെ ആ ടേസ്റ്റ്. നല്ലതാ. നമ്മളങ്ങനെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ നിന്ന് ജസ്റ്റ് നടക്കാൻ ദൂരേ ഉള്ളൂ. പക്ഷെ നടന്നിട്ട് കാര്യമില്ല, റോഡ് ക്രോസ് ചെയ്യാൻ പറ്റില്ല. സോ അവിടെ ഏതെങ്കിലും മറ്റേ ലോക്കൽ വണ്ടിക്കാരുണ്ടാവും, അവരുടെ അടുത്ത് ടിക്കറ്റ് വില വെച്ചുക വല്ല 10 രൂപ കറങ്ങിക്കൊണ്ടാക്കി തരും. ഞങ്ങൾക്ക് ആദ്യം 2.9 കിലോമീറ്റേഴ്സ് കാണിച്ചു കാറിന്. അതിങ്ങനെ ടേൺ ചെയ്ത് കുറെ പോണം. അപ്പൊ ഞങ്ങൾ നടക്കാന്ന് വിചാരിച്ചു. നടക്കാനൊരു 600 മീറ്റർ ഉള്ളൂ. പക്ഷെ നടന്ന് ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ക്രോസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾക്ക് ഒരു ബൈക്കുകാരെ ചേട്ടനെ കിട്ടി. ആള് പറഞ്ഞു 10 തായ് ബാത്ത് തന്നാൽ മതി, രണ്ടുപേരും ആക്കി തരാന്ന്. അങ്ങനെ ഇവിടെ എത്തി. അപ്പൊ ഇവിടെ ഞങ്ങൾക്ക് 2 ടിക്കറ്റ് ഉണ്ട്. ഇത് അകത്തുള്ള ടിക്കറ്റ് അല്ല, ക്യൂ നിൽക്കാനുള്ള ടിക്കറ്റ് ആണ്. ഇനി അകത്തോണ്ട് ക്യൂ നിന്നിട്ട് അകത്തോട്ട് ബാക്കി വിശേഷങ്ങൾ. ഓക്കെ, 这个1个小时标准，这个是买完的，再加1个人，ഇത് ടൈഗർ പാർക്കാ. 这里对，കരടി പാർക്ക് എന്നല്ല.标准可以吗？ ടൈഗർ അടിച്ച് ചത്താൽ അവർ ഉത്തരവാദിത്തം അല്ല എന്നുള്ള സ്ഥാനം തോന്നുന്നല്ലേ. ഒരു കൺസേണിലൊക്കെ എഴുതിക്കൊണ്ടോ ഇല്ലെങ്കിൽ ഒരു സംഭവിക്കില്ലെന്ന് പറയുന്നത്. ടൈഗർ കടിച്ചാൽ അവർക്ക് ഉത്തരവാദിത്വം ഇല്ല. ഇവിടെ ആയതുകൊണ്ട് മറ്റേ കടുവയുടെ വായില് കൈയിട്ട് വെക്കുന്ന ആളാ, മിക്കവാറും കടിക്കുമായിരിക്കും. ഇവിടുത്തെ കടുവകളൊന്നും കടിക്കില്ലായിരിക്കും. ശരിയാ. കടുവയ്ക്ക് പാല് കൊടുക്കുന്നത് ഇവിടെയാണോ? എനിക്കറിയില്ല. കൊറേ പേര് കടുവയിലെ കുപ്പിയില് പാലൊക്കെ അത് ഇവിടെ കുട്ടി അറിയ ചോണു കിഡ്സ് ആ സാധനം. ഉപ്പിട്. നമ്മളങ്ങനെ ടൈഗർ പാർക്കിന്റെ അകത്തേക്ക് കയറി. ഇവിടെ തന്നെ വലിയ 2 ടൈഗറെ കാണാം കേട്ടോ. അങ്ങനെ വെച്ചിട്ടുണ്ട്. ടൈഗറിനെ തൊട്ട അടി മേടിക്കും, അടി കടിക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഫ്ലാഷോ ഒക്കെ ഫ്ലാഷ് ഇല്ല നമ്മുടെ ക്യാമറയിലോട്ട് കുഴപ്പമില്ല, സേഫാണ്. ലേൻഡ്രി അശ്വതി ടൈഗർ പളി വിടും. ടൈഗർ മിസ്ട്രേ അല്ലേ? വണ്ടിയിൽ പോണല്ലേ? ഓക്കെ, ഇത് സഫാരി കളിക്കുക. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, അങ്ങോട്ട് തന്നെ പോവാം. റൈഡിൻ ഫോറസ്റ്റ് നമുക്കില്ലല്ലോ. അപ്പൊ ഭാഗ്യം വക്കറൗണ്ട് വേറെ പറഞ്ഞെടുക്കാൻ. എല്ലാവരും ഇങ്ങോട്ട് പറഞ്ഞു കേട്ടോ, വേറെ വേണ്ട. മോനെ മോളെ കുഞ്ചി എണീക്ക്. മോളെ അല്ല മോനാ. മോനാണോ? മോനെ കുഞ്ചാ വെടി വെക്കണോ? പാല് വെക്കും. ഓ, ഞാൻ പിണങ്ങി കിടക്കുവാ. ഇപ്പൊ വെക്കും. എനിക്കടാ എനിക്കടോ. എനിക്ക് വയ്യണേ. എനിക്കില്ലല്ലേ, ഇനി ഇവിടെ പോകാം.
അനുസരണയില്ലാത്ത കടുവകൾ, പട്ടികൾ.